ഇന്ന് ബാണാസുര അണക്കെട്ടിന്റെ റിസർവോയറിൽ പെട്ടിട്ട് ഒരു ശരത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി മുങ്ങി മരിച്ച ഒരു വാർത്തയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിം ചെയ്യുന്നതിന്റെ ഇടയിൽ മുങ്ങിപ്പോയതാണെന്നാണ് വാർത്തയിൽ നിന്ന് അറിയാനായിട്ട് ഇടയായത്. കൽപ്പറ്റ ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും ഒട്ടനവധി സമയം തെരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏകദേശം 45 അടി താഴ്ത്തു നിന്നാണ് ഇദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയിരിക്കുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ തെരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ നമുക്കൊരു 50 മീറ്റർ സ്വിം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് 500 മീറ്ററിന്റെ ദൂരം നമ്മൾ കവർ ചെയ്യാനായിട്ട് നോക്കരുത്. നിങ്ങൾ കുറച്ച് സ്വിം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തളരാനായിട്ട് ഇടയാവും, നിങ്ങൾക്ക് മസിൽ പിടിക്കാനായിട്ട് ഇടയാവും, നിങ്ങൾക്ക് ബോഡി പെട്ടെന്ന് ടയേർഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും, നിങ്ങൾ കുഴഞ്ഞു പോവും. അപ്പൊ നിങ്ങൾ മുങ്ങാനും മുങ്ങി മരിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ നിങ്ങൾ സ്വിം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 1 കിലോമീറ്ററോ അതിൽ കൂടുതലോ സ്വിം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് മാത്രമാണ് 1/2 കിലോമീറ്റർ നീന്താനായിട്ട് പാടുള്ളൂ. ഇതുപോലുള്ള ഡാമുകളിലും പുഴകളിലൊക്കെ നമ്മൾ നീന്താനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് അതിലേറെ ശ്രദ്ധിക്കണം. ഈ ദൂരമൊക്കെ സ്വിം ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അത്ര ദൂരം കവർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നീന്തലിലേക്ക് കടന്നു പോകാനായിട്ട് പാടുള്ളൂ. അപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള മുങ്ങി മരണങ്ങളുടെ വാർത്തകളിൽ നിങ്ങൾക്കും കൂടി ഇടം കിട്ടും എന്നുള്ളത് മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.